മുഖ്യമന്ത്രിക്ക് എം.ആർ. അജിത് കുമാറുമായി വഴിവിട്ട ബന്ധം. ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനം. മുഖ്യമന്ത്രിക്ക് എം.ആർ. അജിത് കുമാറുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നാണ് സമ്മേളന പ്രതിനിധികളുടെ ആരോപണം. അജിത് കുമാർ ചെയ്യുന്നതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് വിമർശനം. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും വെള്ളപൂശുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന കൌൺസിലടക്കം ഇത് ചർച്ച ചെയ്യുന്ന സമയത്തും സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഏകപക്ഷീയമായ നിർദ്ദേശത്തിന്റെ പുറത്താണ് അത്തരം വിമർശനങ്ങൾ ഒഴിവാക്കിയത്. എന്നാൽ ഇന്നലെ ഗ്രൂപ്പ് ചർച്ച തുടങ്ങിയതിനു ശേഷം അതിരൂക്ഷമായ വിമർശനം ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെള്ളപൂശുന്നതിലുണ്ടായിരുന്നു. എം.ആർ. അജിത് കുമാർ ചെയ്യുന്നതിനെല്ലാം സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധികൾ വിമർശിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെ ബിനോയ് വിശ്വം സംരക്ഷിക്കുന്നു എന്ന രീതിയിലും വിമർശനം ഉയർന്നിട്ടുണ്ട്. സമ്മേളനത്തിൽ ധനവകുപ്പിനെതിരെയും വിമർശനം ഉയർന്നു. ധനമന്ത്രി മന്ത്രിമാർക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ പക്ഷാഭേദം കാണിക്കുന്നുവെന്നും CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് പണം ലഭിക്കുന്നില്ല, ധനവകുപ്പ് അവഗണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള ആർജവം മന്ത്രിമാർ കാണിക്കണമെന്നായിരുന്നു വിമർശനം ഉയർന്നത്. സംസ്ഥാനത്ത് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായും പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും CPI സമ്മേളന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമ്മേളനങ്ങൾ പൂർത്തിയായപ്പോൾ 5 മണ്ഡലങ്ങളിൽ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നേതാക്കൾ സംഘടനാ പ്രവർത്തനം ശക്തമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായെന്ന് പറയുന്ന റിപ്പോർട്ടിൽ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളുണ്ട്. അതേസമയം പൂരം കലക്കൽ മുതൽ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉൾപ്പെടെയുള്ള പോലീസിനെ വെള്ളപൂശുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് സമ്മേളനത്തിൽ ഉയർന്നത്. ആഭ്യന്തര വകുപ്പിനെ ഇങ്ങനെ തഴുകുന്നത് എന്തിനെന്നും പൊതുജനത്തിന് അറിയാവുന്ന കാര്യങ്ങളിൽ പുകമറ എന്തിനെന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. തലോടലും മൃദു സമീപനവും എന്തിനാണെന്നും സംസ്ഥാന സെക്രട്ടറി പോലീസിനെ വെള്ളപൂശുന്നത് എന്തിനാണെന്നും പ്രതിനിധികൾ ആഞ്ഞടിച്ചു. തൃശൂർ പൂരം കലക്കലിൽ വിവാദമുണ്ടായിട്ടും പാർട്ടി പ്രതിരോധിച്ചോ എന്നും പ്രതിനിധികൾ ചോദിച്ചു. ഇരയാക്കപ്പെട്ടത് K. രാജനല്ല എന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശിച്ചു. ആഭ്യന്തര വകുപ്പിനെ ഇങ്ങനെ തഴുകുന്നത് എന്തിനാണെന്നും പോലീസ് പ്രവർത്തിച്ചത് BJPക്കും RSSനും വേണ്ടിയാണെന്നും സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ വിമർശനം രേഖകളിൽ ഉൾപ്പെടുത്താതെ നോക്കണമെന്ന ന്യായമാണ് ബിനോയ് വിശ്വത്തിന്റേത്. എന്നാൽ പൊതുജനത്തിന് അറിയുന്ന കാര്യങ്ങളിൽ പുകമറ എന്തിനെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. പരാതി ഉയർത്തിയ മന്ത്രി K. രാജനെ പിന്തുണയ്ക്കാൻ പോലും പാർട്ടി സംവിധാനത്തിന് കഴിയുന്നില്ലെന്നും വിമർശനമുയർന്നു. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനുമെല്ലാം ഇരുന്ന കസേരയാണെന്ന് ഓർക്കണമെന്നും പ്രതിനിധികൾ പറഞ്ഞു. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി പൂർത്തിയാക്കിയ ഗ്രൂപ്പ് ചർച്ചകളിൽ പോലും ബിനോയ് വിശ്വത്തിന്റെ CPM വിധേയത്തിനെതിരെ അമർഷം ശക്തമാണ്.